എങ്ങനെയുണ്ട് ഓണം? എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പി ഓണം. നന്നായിരുന്നു. എവിടെ വീട്? എവിടെയാ? ഞങ്ങൾ പൂവാറാണ്. ഈ ലൈറ്റ് ഒക്കെ കാണാൻ വേണ്ടി അറിയാലോ. അതും കൂടെ ഉണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കാൻ. ഫോട്ടോ എടുക്കുക എന്നുള്ളത് കൂടിയാണ് ലക്ഷ്യം. ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ. ഇവിടെ കനകക്കുന്നിൽ ആദ്യമായിട്ട് വരുന്നത്? ആദ്യമായിട്ടായിരുന്നു. അതെല്ലേ, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, അടിപൊളി. നൈറ്റിന്റെ ഇവിടെ കാണുന്നു. അതെല്ലേ. ഇന്ന് രാത്രി കഴിഞ്ഞിട്ട് പോത്തുള്ളൂ തരം. 8:10 വരാം. അതിന് ഒരുപാട് മലയാളികൾ ഉണ്ട്. എങ്ങനെയുണ്ട്? കണ്ണാടിയൊക്കെ വെച്ചിട്ട് പൊളി വൈബില് നിൽക്കുകയാണ്. സനിസേ, നീ ചോദിച്ചോളൂ. പോവല്ലേ, ഓടല്ലേ. ഇപ്പൊ ആൾക്കാര് ഓണം ആഘോഷിക്കുന്നു. ഇപ്പൊ കനകക്കുന്നിലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം, അവിടെ ഓണത്തിന്റെ ഉച്ച കഴിഞ്ഞൊക്കെ ആളുകള് സദ്യയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. തിരക്കിട്ട് ഓടുന്ന ആൾക്കാരായിരിക്കും. എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നേ കൊള്ളാം, കിടിലാണ്. ഒരു പാട്ട് പാടേ. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നേ. രണ്ടൊരു പാട്ടൊന്നും കൂടി പാടുന്നേ. പാട്. ഏത് പാട്ട്? കിടിലം പാട്ട് പാടും. ഓണത്തിന്റെ പാട്ട് പഠിക്കാം. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്തു കളിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്തു കളിക്കണ്ടേ. മിടുക്കി. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? 3ാം ക്ലാസ്സില്. ആരെ പാട്ട് പഠിപ്പിച്ച? ഇത് ഞാന് തനിയെ പഠിച്ചത്. സമ്മാനം വേണ്ടേ? സമ്മാനം നാട് ആ ചേച്ചി തരും. എവിടുന്നാ നിങ്ങള്? ഞങ്ങള് മാണിക്യവിളാകം, പൂന്തുറ. എല്ലാ ഓണത്തിനും ലൈറ്റ് ഒക്കെ കാണാൻ വരാറുണ്ടോ? എല്ലാ ഓണത്തിനും വരും. ഇത് ഇന്നത്തെ ദിവസം ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? ഇന്നത്തെ ദിവസം ആദ്യമായിട്ടാണ് വരുന്നത്. ഇനി എല്ലാ ദിവസവും വരുമോ അതോ വല്ലപ്പോഴും വന്നിട്ട് പോവുകയാണ്? എല്ലാ ദിവസവും വരില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രീ ആകുമ്പോഴത്തേക്കും കുട്ടികളെ കൊണ്ടുവരും. അതെ അല്ലേ. പാട്ട് പാടുന്നു. ഒരു പാട്ട് പാടും. ചെറുതായിട്ടൊരു പാട്ട്. ഒരു വരി, 2 വരി. തിരുവാമണി ഗിഫ്റ്റ് ഉണ്ട്. നാണക്കാരിയാണ്. നമുക്ക് ബാക്കിയുള്ള ആൾക്കാരിലേക്ക് പോകാം. ഇത് ഊഞ്ഞാലുണ്ട്. സനിസേ, ഊഞ്ഞാലാടുന്നില്ല? ബാക്കിയുള്ള ഇത് ആൾക്കാരിലേക്ക് നമുക്ക് പോണ്ടേ? ഇവിടെ ഈ ഓണം വൈകുന്നേരം ഓണം പരിപാടി നടക്കും. പിന്നെ വീഡിയോയിൽ കാണുമെന്നോ? വീഡിയോയിൽ ഇപ്പൊ കാണിച്ചിട്ടുണ്ട് കേട്ടാ. ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരിലേക്ക് നമുക്ക് പോകാം. എന്തുണ്ട് ഓണം? പറഞ്ഞോളൂ. സന്തോഷം. എങ്ങനെ ഇവിടുത്തെ വൈബൊക്കെ എങ്ങനെ? അടിപൊളിയാണ്. ഇത് ആദ്യമായിട്ടാണോ കനകക്കുന്നില്? അല്ലല്ല, വരാറുള്ളത്. ഇവിടുത്തെ നൈറ്റ് ലൈഫും ലൈറ്റും 2 ദിവസമായിട്ട് വന്നിരുന്നു. അടിപൊളിയായിരുന്നു. സാരിയൊക്കെ എൻജോയ് ചെയ്ത്. സാരിയൊക്കെ കൊടുത്ത് സുന്ദരമായിരുന്നു. ഒരു പാട്ടായാലോ? ഇല്ല, പാട്ട് ഇവള് പാടും. പാടുന്ന അനിയത്തിയ അനു പാട്ട് പാടും. ഓണമായിട്ട് എന്താണ് ശരിയാണ്? ഇൻട്രോവേർട്ട്. പാട്ട് പാടി കൂടെ. ഇവരൊക്കെ ഒന്ന് പേടിപ്പിക്കാതിരിക്കും കേട്ടോ. ഇങ്ങനെ മുന്നിൽ വന്ന് ഇങ്ങനെ നിന്നിട്ട് ആ കൊച്ചുങ്ങളെ ഈ മാവ കുറെ നേരമായി പേടിക്കുന്നു. ഇപ്പൊ ഇവരെയും മോശം പരിപാടിയാണ്. ഇത് മോശം പരിപാടിയാണ്. ഇത് തമിഴാണ്. எப்படி இங்க ஓணம் பண்டிகை எல்லாமே செமக்கா நல்லா இருக்கு. நான் ஒரு 2 லைன் மலையாளம் பாடலாமா? பாடலாமே, தாராளமா பாடலாம். இவிடொரு சாகரையும் வேலகளி முத்து வண்ண போல் சிலருடதோர்த்து கீறி போய காரியம் மூத்து போகவே அலகடல் காற்றிலும் நீ காது குத்தான் பாடுபெடட்டா சதசர சேனாபதி வீரா படு காமலோளுப்பா எண்ட மெட சிமுக்கி கமல் எண்ட பண் கட்டொண்டு போயே எண்ட பண்ட கிராந்தி குப்பி எண்டமா குடிச்சிருத்தீர்தே எண்ட மெட சிமுக்கி கமல் எண்ட பண் கட்டொண்டு போயே எண்ட பண்ட பிராந்த കുപ്പി എൻ്റെ അമ്മ കുടിച്ച് തിരുത്തി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. കേരളം அவளை பிடிக்குமா? ரொம்ப பிடிக்கும். ஓணத்துக்காக திருவாண்டரம் வந்தோம். ஓணத்துக்காக இங்க வந்திருக்கீங்களா? ஆமாக்கா. ஓணம் செலிப்ரேஷன் வந்தோம். இன்னைக்கு இங்க சாயங்காலம் இருக்கு. நாங்கள் ஆடிட்டோரியம்ல சோதனை வந்து பார்த்துட்டு போலாம் வந்தோம். லைட் எல்லாமே ரொம்ப பிடிக்குமா இங்க இருக்குதா? இங்க லைட்ஸ் இங்க இருக்க கல்ச்சர் எல்லாமே பிடிக்கும்க்கா. வெரி டிஃபரெண்ட் கல்ச்சர் கம்பேர்ட் டு தமிழ்நாடு.
നമ്മൾ ഓണത്തിന് വേണ്ടി ഓണം എങ്ങനെയുണ്ട് ഓണം? ഓണം അടിപൊളിയല്ലേ, ആ, ഹാപ്പി അല്ലേ? ഈ ഓണം ഓണം മലയാളികളുടെ അല്ലേ ഒരു വികാരം കൊള്ളിക്കുന്ന സംഭവമല്ലേ? അല്ലെ എല്ലാ ഓണാഘോഷത്തിനും ഇങ്ങനെ കനകക്കുന്നിൽ വന്നിട്ട് ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ആസ്വദിക്കാറുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ വരാതെ പിന്നെ നമ്മൾ എവിടെ പോകാനാണ് അതെല്ലേ? അല്ലേ? നമ്മുടെ കനകക്കുന്നിൽ വന്ന് ലൈറ്റും ഈ ആഘോഷങ്ങളൊക്കെ കാണണ്ടേ? ഇത് കഴിഞ്ഞ വർഷം ഒന്നും ഇല്ലായിരുന്നു, അതിലൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു തോന്നുന്നു. അതുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നമുക്ക് പഴയ കാലത്തെ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും പാട്ടും ഓണസദ്യയും അങ്ങനെ നമ്മൾ വർഷത്തിലൊരിക്കലല്ലേ ഇത് ആഘോഷിക്കുന്നത്. അതില്ലാതെ അതിന് തകർത്തങ്ങ് ആടുക. പിന്നെ അതിന് ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തെയും കൂടെ തകർത്ത് പൊളിച്ചെടുക്കുക. ഒരു ചങ്കിലെ കൂട്ടുകാരിയെ കേട്ടിട്ടുണ്ടോ? ചങ്കിലെ കൂട്ടുകാരി, ആ ചങ്കിലെ കൂട്ടുകാരിയാണ് ഈ കാണുന്ന കൂട്ടുകാരി അല്ലേ? ആ ചങ്കിലെ കൂട്ടുകാരിയുടെ ഒളിച്ചിരിക്കുകയായിരുന്നു, അങ്ങനെയാണ് കണ്ടെത്തിയത്. നമ്മുടെ അംജു ആണത് കണ്ടുപിടിച്ചത്. അംജു പറഞ്ഞതെന്നാണ് ചങ്കിലെ കൂട്ടുകാരിയാണ്. കഴക്കൂട്ടത്ത് അല്ലേ സർബത്ത് ഒക്കെ ആയി വളരെ വൈറലായതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. എങ്ങനെയുണ്ട്, ഇപ്പൊ ഉണ്ടോ? വൈറലായ ഒരു താരം ഇപ്പൊ ഇല്ല, ഇപ്പൊ ഷോപ്പില്ല, ഇപ്പൊ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ, വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ. അറിയില്ല വരികള്, സോറി. അത്രയും വൈറലായ ആൾക്ക് ഇത്രയും നാണോ നോക്കി. എന്തായാലും ഓണം അങ്ങനെ തകർത്ത് ഇരിക്കുകയാണ്. കനകക്കുന്നങ്ങ് ഓണായി ഇരിക്കുകയാണ്. നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. സനിസയാണെങ്കിൽ തമിഴ് പറഞ്ഞ് ക്ഷീണിച്ചു തോന്നുന്നു. സനിസ ரொம்ப ரொம்ப തമിഴ് പേசுற